ഞാൻ പറയുന്നു, ഈ സംസ്ഥാനത്തെ സർക്കാരിന് കേരളത്തിലെ അവസാനം ഇവർ പറഞ്ഞു പറ്റത്തില്ല, ഇവിടെ പഠിക്കാൻ പറ്റത്തില്ല, ഇവിടെ വെള്ള വസ്ത്രവും പറ്റത്തില്ല, തൊപ്പിയും പറ്റത്തില്ല. അവർ പ്രയോഗിച്ച, അത് വൈസ് പ്രസിഡന്റ് പ്രയോഗിച്ചൊരു പ്രയോഗമാണ്. സ്കൂൾ തുറന്നത് പരമായിട്ട് കെട്ടിച്ചമച്ച് മനഃപൂർവ്വം ഈ സ്ഥാപനത്തെയും എന്നെയും ആക്ഷേപിക്കാനായിട്ട്. എല്ലാവർക്കും നമസ്കാരം. കൊല്ലം ജില്ലയിൽ ഈപ്പൻ മെമ്മോറിയൽ സ്കൂളിൽ നടന്നിട്ടുള്ള തൊട്ടിത്തരം എല്ലാവരും അറിഞ്ഞാണ്. ഞാൻ ഇതിനു മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ചെയ്ത സമയത്ത് ഒരുപാട് ആൾക്കാർ അതിന്റെ അടിയിൽ കുറെ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് അതിലോട്ട് വരാം. അതിനു മുന്നേ എന്താണ് സംഭവം എന്ന് ഞാൻ ചുരുക്കി പറഞ്ഞുതരാം. ഒരു ടീച്ചർ എന്ന് വിളിക്കാൻ പറ്റാത്ത ഒരു HM അവിടെ ഉണ്ട്. അതായത് ആ HMന് ഒരു കുരു എന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിം പിള്ളേരെ നമുക്ക് അടിപ്പിക്കാൻ പറ്റത്തില്ല. നമുക്ക് നമ്മുടെ ഹിന്ദുക്കളെ ക്രിസ്ത്യൻസിനെയൊക്കെ ആണെങ്കിൽ ഓക്കെ, മുസ്ലിങ്ങളെ പറ്റത്തില്ല. നമുക്ക് മുസ്ലിങ്ങൾ ശരിയാവൂല എന്നുള്ള രീതിയിലാണ്. അപ്പോൾ വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട. നിങ്ങൾക്ക് ഈ മതത്തിന്റെ പേരിൽ തമ്മിൽ തല്ലുന്ന സ്വഭാവമൊന്നും ഇല്ല, അല്ലെങ്കിൽ അങ്ങനെ മതവും ജാതിയും ഒന്നും പറഞ്ഞുള്ള ഒരു സംഭവമൊന്നും മൈൻഡ് സെറ്റ് ഇല്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഉറപ്പായിട്ടൊന്ന് താഴെ കമന്റ് ചെയ്യുക. കാരണം നമുക്ക് അറിയണമല്ലോ, കാരണം ഇവിടെ വർഗീയ വിഷം നിറഞ്ഞ ഒരുപാട് സാധനങ്ങൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അത് തന്നെ ഒരു എക്സാമ്പിളാണ് ഈ പറയുന്ന HM. അവിടെ ആർക്കും ഒരു പ്രശ്നമില്ല, ആർക്കും ഒരു വിഷയമേ ഇല്ല, പക്ഷേ ചിലർക്ക് മാത്രം വിഷയം. അങ്ങനത്തെ ഒരു പ്രിൻസിപ്പൾ ടീച്ചറാണ് ഇവിടെയുള്ള ടീച്ചർ എന്ന് പോലും വിളിക്കാൻ പറ്റാത്ത വർഗീയ വിഷം നിറഞ്ഞ സാധനം. അപ്പൊ കുറെ പേര് പറയുന്നുണ്ട് അവര് അവിടെ വെള്ള ഡ്രസ്സ്, അതായത് മുസ്ലിം പിള്ളേര് വെള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരുന്നതാണ് അവര് എതിർത്തതെന്ന്. അങ്ങനെയൊന്നും അല്ലടേ. 4 പ്രാവശ്യത്തോളം സസ്പെൻഷൻ കിട്ടി. എന്നിട്ട് വേറൊരു ടീച്ചറിനെ കയറി പിക്കുകയെ മാന്ത എന്തൊക്കെയോ ചെയ്തു. അങ്ങനത്തെ വരെ വിഷയങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് ഈ മുസ്ലിം പിള്ളേരുടെ പേരും പറഞ്ഞ്. ആ സ്കൂള് വരുന്നത് ക്രിസ്ത്യൻ ഇതിന്റെ ബേസിൽ എയ്ഡഡ് ആയിട്ടുള്ള സ്കൂളാണ്. ഞാൻ പഠിച്ചത് ഹിന്ദു ബേസിലുള്ള എയ്ഡഡ് സ്കൂളാണ്. നമ്മൾ പഠിച്ച സമയത്ത് അവിടെ ജാതിയുടെ മതത്തിന്റെ പേരിലൊന്നും ഒരു വേർതിരിവും ഇല്ലായിരുന്നു. മുസ്ലിങ്ങളും ഉണ്ടായിരുന്നു, ഹിന്ദുക്കളും ഉണ്ടായിരുന്നു, ക്രിസ്ത്യൻസും ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. അവിടെ ജാതിയും ഇല്ല, മതവും ഇല്ല, ഒന്നുമില്ല. പക്ഷെ സ്കൂൾ ബേസ് വരുന്നത് ഹിന്ദു ബേസിലായിരുന്നു വന്നുകൊണ്ടിരുന്നത്. എന്നാലും അവിടെ ഒന്നുമില്ല. അവിടെ നമ്മൾ പഠിക്കുന്ന സമയത്ത് എല്ലാ വെള്ളിയാഴ്ചയും നമ്മുടെ ക്ലാസ്സിലുള്ള മുസ്ലിം പിള്ളേർ ബസ് കയറി പള്ളിയിൽ പോയി നിസ്കരിച്ചിട്ടൊക്കെയാണ് അവർ വരുന്നത്. അപ്പൊ നമുക്ക് അവിടെ വേർതിരിവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇതും ഇവിടെ വേറെ ആർക്കും ഒരു പ്രശ്നമില്ല. നമ്മളെ HMനാണ് പ്രശ്നം. HMന് പറ്റത്തില്ല, മുസ്ലിം പിള്ളേര് പറ്റത്തില്ല, അവര് ദർസിൽ പോയാലും പറ്റത്തില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ പറ്റത്തില്ല. പക്ഷെ ഇടയ്ക്ക് ന്യൂസ് വന്നത് ദർസില് പോകുന്ന പിള്ളേർ ഇവിടെ അഡ്മിഷൻ എടുത്തിട്ട് ദർസിൽ മാത്രമേ പോവുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ വളച്ചൊടിച്ചുള്ള ന്യൂസുകൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും അല്ല അതിന്റെ അത്യാവസ്ഥ. ഇവിടെ സംഭവം മുസ്ലിം പിള്ളേർ അഡ്മിഷൻ എടുക്കാൻ പറ്റത്തില്ല, അവര് വെള്ള വസ്ത്രം ധരിച്ചാൽ പറ്റത്തില്ല, യൂണിഫോം ധരിക്കണം. ഇപ്പൊ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ അവിടുത്തെ യൂണിഫോം ധരിക്കണം. പക്ഷെ അതൊന്നും അല്ല അവരുടെ വിഷയം. അവർക്ക് ഇവിടെ മുസ്ലിം പിള്ളേർ അഡ്മിഷൻ എടുക്കാൻ പാടില്ല. എങ്ങനെയും അതിനെ എന്തെങ്കിലും ഒരു മുടന്ത് ന്യായം പറഞ്ഞ് വളച്ചൊടിച്ച് അവർ അഡ്മിഷൻ എടുക്കാതാക്കണം. അതിന് വേണ്ടിയിട്ടുള്ളൊരു തൊട്ടിപ്പരിപാടിയാണ് അവർ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ചുരുക്കി പറഞ്ഞ വർഗീയ വശം നടന്ന നമ്മുടെ ശശികളെ പോലത്തെ സാധനത്തിന്റെ മറ്റൊരു വെർഷനാണ് ഈ ഒരു HM എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. HM എന്ന് ഇതിനൊക്കെ എങ്ങനെ അവിടെ വെച്ച് പൊറപ്പിക്കണം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇവര് 4 പ്രാവശ്യത്തോളം സസ്പെൻഷനായി. എന്തിനു സസ്പെൻഷൻ? ഡിസ്മിസ് ആക്കണം. ഇത്തരം വർഗീയ വശങ്ങൾ നിറഞ്ഞ സാധനങ്ങൾ സ്കൂളുകളിൽ പഠിപ്പിക്കാൻ പാടില്ല. അതിന്റെ റീസൺ ഇവരൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ആ മക്കൾ കണ്ടും കേട്ടും പഠിക്കുന്നത് ഇതൊക്കെയല്ലേ. ഓക്കെ, ഇവരിപ്പോ ഇവരുടെ വീട്ടിലുള്ള മക്കളെ ആയാലും പറഞ്ഞു പഠിപ്പിക്കുന്ന ഇതൊക്കെ തന്നെയായിരിക്കും. അല്ലെ, ചെറുമക്കളുണ്ടെങ്കിൽ അവരെയൊക്കെ പറഞ്ഞു പഠിപ്പിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ തന്നെയായിരിക്കും. അപ്പൊ ഇവരൊക്കെ ഒരു സ്കൂളിന്റെ അധികാരം മൊത്തം കയ്യിലിരുന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇവരൊക്കെ കാണിക്കുന്ന തൊട്ടിത്തന്നെ എത്രത്തോളം ഉണ്ടാവും. ഓക്കെ, അതും കൂടി ഒന്ന് ചിന്തിക്കുക. അതുകൊണ്ട് ഇതിനെയൊക്കെ പിരിച്ചു വിടുക. ഇതിനെയൊന്നും വച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. ഇവര് നാളെ ഒരു ക്ലാസ് റൂമിൽ കയറിയിട്ട് ഒരു ടീച്ചർ ആബ്സെന്റ് ആയിട്ടുള്ള ദിവസം ഒരു ക്ലാസ് റൂമിൽ കയറിയിട്ട് ഇവർ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഇവര് ആ സ്പോട്ടിൽ തന്നെ അവിടെ മുസ്ലിം, ഹിന്ദു, ക്രിസ്ത്യൻ എന്ന വേർതിരിവോടെ ആയിരിക്കും മക്കളെ കാണുന്നത്. ഓക്കെ, അതുകൊണ്ട് ആ രീതിയിലുള്ള സാധനങ്ങളായിരിക്കും ഇവർ പഠിപ്പിക്കുന്നത്. ചിലപ്പോൾ ഹിന്ദു പിള്ളേരെ കാണുമ്പം ക്രിസ്ത്യൻസിനെ കാണുമ്പോൾ ഓഹോ, മുസ്ലിംസുകളെ കാണുമ്പോൾ ഓഹോ എന്നൊക്കെ ഉള്ള രീതിയിൽ ചിലപ്പോൾ അവിടെ തന്നെ വേർതിരിവ് തിരിച്ചുകൊണ്ട് മക്കളെ ചിലപ്പോൾ അടിച്ചെന്ന് ഉപദ്രവിച്ചെന്നൊക്കെ വരും. അവിടെ 4 പ്രാവശ്യത്തോളം സസ്പെൻഷനായി. അതുപോലെ വേറെ ടീച്ചറിനെ ഉപദ്രവിച്ച് ഇങ്ങനത്തെ കേസുകളൊക്കെ വരണമെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. വേറെ ടീച്ചറിന്റെ അടുത്ത് ഈ മുസ്ലിം ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടൊക്കെയാണ് വഴക്കുകളൊക്കെ ഉണ്ടായിട്ടുള്ളത്. നിങ്ങളപ്പോൾ അവസ്ഥ ഒന്ന് ആലോചിക്കും, എത്രത്തോളം വർഗീയ വിഷം ഉള്ളിൽ കയറിയിട്ടുണ്ടെന്ന്. അല്ലെങ്കിൽ ദർസി പഠിക്കുന്ന പിള്ളേർ, അല്ലെങ്കിൽ മുസ്ലിം പിള്ളേർ അവിടെ പഠിച്ച് ഇവർക്ക് എന്താ? നമ്മൾ ഒരു സ്കൂൾ അഡ്മിഷൻ കൊടുക്കുന്ന വിദ്യ പകർന്നു കൊടുക്കാനും കാര്യങ്ങൾക്കൊക്കെയാണ്. മാനേജ്മെന്റിനൊന്നും ഒരു പ്രശ്നവുമില്ല, ഇവർക്ക് മാത്രമാണ് കുരു. മാനേജ്മെന്റിനൊന്നും ഒരു പ്രശ്നമില്ല. ഞാൻ അന്വേഷിച്ചെടുത്തോളം മാനേജ്മെന്റിനോ ബാക്കി ആർക്കും ഒരു പ്രശ്നമില്ല. ഇവർക്ക് മാത്രമാണ് പ്രശ്നം. മുസ്ലിം പിള്ളേരെ അടുപ്പിക്കാൻ പറ്റത്തില്ല.
അപ്പൊ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എന്ത് ചെയ്യണം? എൻകൗണ്ടർ ചെയ്യണം. അതാണ് ചെയ്യേണ്ടത്. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇടപെട്ട് ഡിസ്മിസ് ആക്കണം. സസ്പെൻഷൻ അല്ല കൊടുക്കേണ്ടത്, ഡിസ്മിസ് ആക്കി വിടണം. ഇത്രയും നാള് സസ്പെൻഷൻ 4 പ്രാവശ്യം വേറെ ഏതൊക്കെയോ ഇതും പോലത്തെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെയല്ല, ഡിസ്മിസ് ആക്കണം. ഇവരൊന്നും പഠിപ്പിക്കാൻ അർഹതയുള്ളവരല്ല. കാരണം ജാതിയുടെയും മതത്തിന്റെയും പേരിൽ വേർതിരിവ് ലൂടി പിള്ളേരെ കാണുന്ന ഇവരൊന്നും സ്കൂളുകളിൽ പഠിപ്പിക്കാൻ ഒരു യോഗ്യതയും ഇല്ലാത്ത ആൾക്കാരാണ്. കുറെ പേര് എന്റെ കമന്റ് ബോക്സിൽ കിടന്ന് മെഴുകുന്നുണ്ടായിരുന്നു, അവർ അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന്. അങ്ങനെയൊന്നും അല്ലേ. ഇതിന്റെ സത്യാവസ്ഥയൊക്കെ അന്വേഷിച്ചിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. ഇവരുടെ ആദ്യത്തെ ഗുരുവൊന്നും അല്ല ഇത്. ഇവർക്ക് ഇതൊരു പ്രശ്നമാണ്. ഓക്കെ, ഞാൻ എന്തായാലും ഒരു ആള് പറയുന്നത് ഒന്ന് വീഡിയോ കൊടുക്കാം. അവസാനം ഇവര് പറഞ്ഞു പറ്റത്തില്ല, ഇവിടെ പഠിക്കാൻ പറ്റത്തില്ല, ഇവിടെ വെള്ള വസ്ത്രവും പറ്റത്തില്ല, തൊപ്പിയും പറ്റത്തില്ല. അവർ പ്രയോഗിച്ചു, അത് വൈസ് പ്രസിഡന്റ് പറയും, പ്രയോഗിച്ചൊരു പ്രയോഗമാണ്. സ്കൂൾ തുറന്ന ദിവസം അതിന് മുന്നേ ഞങ്ങൾ പോയി ഇങ്ങനെ PTA വൈസ് പ്രസിഡന്റ്, ഞങ്ങൾ 2-3 അധ്യാപകരൊക്കെ പോയി ഇങ്ങനെ കുട്ടികളെ ക്യാൻവാസ് ചെയ്യുമ്പോൾ ഇപ്പോൾ അവിടെ ഒരു ദറസുണ്ട്. അപ്പോൾ ദറസിൽ അവിടുത്തെ ജോയിൻറ്റ് സെക്രട്ടറിയെ കാണാൻ പറഞ്ഞു. സെക്രട്ടറി പോയി കണ്ട്. അപ്പോൾ അവർ എങ്ങോട്ടും വിട്ടില്ല, അവർക്ക് അടുത്തൊരു സ്കൂൾ വേണം, കുഞ്ഞുങ്ങൾ പോയി വരാൻ. അപ്പോൾ ടീച്ചർ എന്തായാലും കാര്യമായി, +2 വരെയുള്ള സ്കൂളാണല്ലോ. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്നും വരുമോ? എന്നും വരുന്ന കുട്ടി, എനിക്കും അത് ചോദിക്കാൻ റൈറ്റ്സ് ഇല്ല, പക്ഷേ ഞാൻ ചോദിച്ചെന്ന്. അപ്പോൾ പറഞ്ഞ് ടീച്ചറെ ഞങ്ങൾ വെള്ളിയാഴ്ച ചിലപ്പം ഇതായിട്ട്, ഞാൻ പറഞ്ഞാൽ കുഴപ്പമില്ല, കണ്ടിന്യൂസ് ആയിട്ട് മുടങ്ങരുത് എന്ന് പറഞ്ഞിട്ട് ഈ കുഞ്ഞുങ്ങളെ ഏർപ്പാട് ചെയ്ത് അവർ തന്നെ ആ ചുറ്റുപാടൊന്നും അല്ലാത്ത കുറേ കുഞ്ഞുങ്ങളെ, ഈ ദറസിലല്ലാത്ത കുറേ കുഞ്ഞുങ്ങളെ, ഒരു 8-9 കുഞ്ഞുങ്ങളെയോളം ഒക്കെ ചെയ്തു. എന്നിട്ട് ഇത് 26-27 ഡേറ്റിലാണ്. അതുവരെയും അപ്പം അൺഎക്കണോമിക് ആവുകയാണ് ഈ സ്കൂള്. ജൂലൈ മാസം ഈ ഇതനുസരിച്ച് സ്ട്രെങ്ത് പോവുകയാണെങ്കിൽ ഞങ്ങളുടെ സ്കൂള് ഞങ്ങൾക്ക് നഷ്ടപ്പെടുക. ഞാൻ പഠിച്ച സ്കൂളാണ്, എൻ്റെ സഹോദരങ്ങൾ പഠിച്ച, എൻ്റെ അച്ഛനും അമ്മയും പഠിച്ച സ്കൂളാണ്. പിന്നെ എൻ്റെ ഒരു മാനേജ്മെൻറ്റിനെ സംബന്ധിച്ച് സാധാരണ ഒരു മാനേജ്മെൻറ്റ് സ്കൂളിലുണ്ടാകുന്ന യാതൊരു മാനസിക സമ്മർദ്ദങ്ങളും നമുക്കുണ്ടാവാറില്ല. അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുകൾ നമ്മളെ അവർ ബുദ്ധിമുട്ടി. ടീച്ചറാണോ, ഈ ടീച്ചറിന്റെ തീരുമാനമാണോ, അതായത് HM ആണോ അഡ്മിഷൻ കൊടുക്കില്ല എന്നുള്ള ഒരൊറ്റ തീരുമാനം? HM മാത്രമാണ് പറഞ്ഞത്. മാനേജ്മെന്റിൽ ഒരു മനുഷ്യർ പോലും ഇവിടെ അഡ്മിഷൻ കൊടുക്കില്ല എന്ന്. അവർക്ക് ഇവിടെ ജാതിയോ മതമോ ഒന്നുമില്ല. അങ്ങനെയാണ് ഞാനൊരു ഹിന്ദു, എനിക്കിവിടെ ജോലി തരത്തില്ലല്ലോ മാനേജർ, എനിക്ക് തരത്തില്ലല്ലോ. അപ്പോൾ അങ്ങനൊരു വിവേചനമേ ഇവിടെ ഇല്ല. എല്ലാവരോടും അവർ ആ സമീപന. അപ്പോൾ വന്നു, ഈ കുട്ടികളെല്ലാവരും എത്തി. ഞങ്ങൾ ബസ് വന്ന ബസ്സിൽ കയറി ഈ ടീച്ചർ ഞാനിവിടെ സ്കൂട്ടറിൽ വന്നു, മഴ വന്നു, ഈ കുഞ്ഞുങ്ങളെല്ലാം ഇവിടെ വന്ന് കഴിഞ്ഞപ്പോഴേ ഈ ടീച്ചറുടെ പെർഫോമൻസ് നിങ്ങൾക്കറിയണമെങ്കിൽ ആ വന്ന രക്ഷാകർത്താക്കളോടോ PTA വൈസ് പ്രസിഡന്റിനോട് ചോദിക്കണം. ഞാൻ പറയുമ്പോൾ ഞാൻ അകത്ത് നിൽക്കുന്ന ഒരു ടീച്ചറാണ്. അപ്പോൾ വന്നിട്ട് ഇവരിവിടെ എല്ലാം നടന്ന് ബഹളം വെച്ച് എന്തൊക്കെയോ അങ്ങ് അലയ്ക്കുക. ഇത് കഴിഞ്ഞ് സ്റ്റേജിൽ കയറി ഇവിടുത്തെ മാനേജ്മെൻറ്റ് പ്രതിനിധി, ലോക്കൽ മാനേജർ അച്ഛനാണ് മെഴുകുതിരി കൊടുത്ത് ഈ കുഞ്ഞുങ്ങളെല്ലാം വരവേറ്റ്. ഞാനിവിടെ ആ സ്കൂൾ ബസ് ഞങ്ങൾ വരുമ്പോൾ അതിനകത്ത് വിരലിലെണ്ണാവുന്ന കുഞ്ഞുങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ഈ കുഞ്ഞുങ്ങളെത്തിയപ്പോൾ അതൊരു മനോഹരമായി, അതങ്ങ് നല്ല ഹാളൊക്കെ നിറഞ്ഞ് നല്ല ഭംഗിയായി. അത് കഴിഞ്ഞിട്ട് അഡ്മിഷൻ എടുക്കാനായിട്ട് ഞാൻ ചെന്ന് പറഞ്ഞു, ടീച്ചറെ അഡ്മിഷൻ എടുക്കണ്ടേ, എനിക്കിപ്പോൾ സൗകര്യമില്ല, ഇച്ചിരി കഴിയും. അങ്ങ് പോയി PTA വൈസ് പ്രസിഡന്റ് എന്ന് പറഞ്ഞു, ഈ കുഞ്ഞുങ്ങളെ ബുദ്ധിമുട്ടിക്കല്ലേ. അവർ കുഞ്ഞുങ്ങൾ രാവിലെ വന്നേൽ പറഞ്ഞ് വന്നിരുന്നിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, എല്ലാം കൂടെ കൊണ്ടുവരാൻ പറയാൻ പറഞ്ഞു. അപ്പോൾ ഫോം ഫില്ല് ചെയ്ത്, നമുക്കറിയാമല്ലോ, നിങ്ങൾക്കറിയാമല്ലോ, സാധാരണ ഓൺലൈനിൽ വന്ന എല്ലാ സ്കൂളും അഡ്മിറ്റ് ചെയ്യും. ഇവിടുത്തെ ടീച്ചർക്ക് ഹാർഡ് കോപ്പി വേണം. ഞാൻ അത് അവരോട് പറഞ്ഞ് ഹാർഡ് കോപ്പി എല്ലാവരും കൊണ്ടുവന്ന്, TC ഹാർഡ് കോപ്പി, ആധാർ, ബർത്ത് സർട്ടിഫിക്കറ്റ്, അപേക്ഷാ ഫോം, ഇത്രയും സംഭവമായിട്ട് അവരിവിടെ വന്നു. 2 ആണുങ്ങൾ, അതിനകത്ത് ഒരാളെയാണ് സാർ ഇപ്പോൾ വിളിച്ചത്. അകത്തോട്ട് കയറി. ലോകത്തൊരു സ്കൂളിലും നടക്കാത്ത തരത്തിലുള്ള ബഹളം. അപ്പോഴത്തേക്ക് അച്ഛനങ്ങ് പോയായിരുന്നു, ഉദ്ഘാടനം ചെയ്തിട്ട്. അദ്ദേഹത്തിന് വേറെ കാര്യമുണ്ടല്ലോ. പറ്റത്തില്ല, നടക്കത്തില്ല. അപ്പോൾ ഇവർ തിരിച്ചിറങ്ങി വന്ന്, ടീച്ചറെ ഇവർക്ക് പറ്റത്തില്ലെന്നാണ് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒന്ന് ക്ഷമിക്ക്, ഞങ്ങളൊന്ന് സംസാരിക്കട്ടെ. PTA വൈസ് പ്രസിഡന്റ് സംസാരിച്ചു. സാറേ, എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല എന്തുവായിരുന്നു ഇവിടെ നടന്ന കാര്യങ്ങൾ. ഇവിടുന്ന് അങ്ങേയറ്റം വരെ നടക്കും, അവിടുന്ന് ഇങ്ങേയറ്റം വരെ നടക്കും. അലച്ചോണ്ടെന്ന് വെച്ചാൽ ഭീകരമായിട്ട് എൻ്റെ കുഞ്ഞുങ്ങളെ ഇറക്കാം. കുഞ്ഞുങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക ഈ കാര്യങ്ങൾ മുഴുവൻ. അവസാനം ഇവർ പറഞ്ഞു പറ്റത്തില്ല, ഇവിടെ പഠിക്കാൻ പറ്റത്തില്ല, ഇവിടെ വെള്ള വസ്ത്രവും പറ്റത്തില്ല, തൊപ്പിയും പറ്റത്തില്ല. അവർ പ്രയോഗിച്ചു, അത് വൈസ് പ്രസിഡന്റ് പറയും, പ്രയോഗിച്ചൊരു പ്രയോഗമാണ്. അത്രയ്ക്കും മാനസിക പീഡനം HM, അത്രയ്ക്ക് മാനസിക പീഡനം. ഇവിടെ ഓരോ അധ്യാപകർക്കും ഉണ്ട്. പക്ഷേ ഇപ്പോൾ എൻ്റെ അധ്യാപകരോട് ചോദിച്ചപ്പോൾ എൻ്റെ അധ്യാപകർ എന്നോടും, ടീച്ചറെ ഒരു പ്രാവശ്യം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വന്ന് കയറി കുറേ അനുഭവിച്ചു, ഇനി ഞങ്ങൾ പറയത്തില്ല. ഞാൻ പറഞ്ഞു, ഞാൻ മരണം വരെ അനുഭവിച്ചാലും പറയും, പറഞ്ഞല്ലേ പറ്റൂ, ആരേലുമൊക്കെ പറയണ്ടേ. ഇനിയും സഹിക്കണം. അങ്ങനെ സഹിക്കുന്നതിലല്ല സാറേ, നമുക്കവരിയ്ക്കുന്നതിലും അല്ല. പക്ഷേ ഇത് പറ്റുന്നില്ല,
നമുക്ക് വരാനൊരു സന്തോഷമില്ല, സമാധാനമില്ല. ഇവിടെ ഉള്ള കുട്ടികളെ ഈ മതത്തിന്റെ പേരിൽ വേർതിരിച്ച് കാണുന്നുണ്ടോ? ഇവിടെ ഉള്ള കുട്ടികളെ വേർതിരിച്ച് കാണാൻ മുസ്ലിം കുഞ്ഞുങ്ങളില്ല ഇവിടെ ഇല്ല, മനസ്സിലായി. നേരത്തെ ഒരു ടീച്ചർ ഇങ്ങനെ കുറേ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിരുന്നു. ആ ടീച്ചർ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ നേരിട്ട് ആ ടീച്ചർ സർവീസിൽ നിന്ന് പുറത്തു പോകേണ്ട അവസ്ഥ വന്ന് ആ ടീച്ചർ പോയി. ഇതിപ്പോൾ ഈ ടീച്ചറിന്റെയും ജോലി പോകുന്നവർ അതിന് എന്തെങ്കിലും നിങ്ങളാൽ കഴിയുന്നത്, നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ആ ടീച്ചർക്ക് ചെയ്തു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് കുറേ വഴക്കിട്ട് പ്രശ്നം ഉണ്ടാക്കി ഈ രക്ഷകർത്താക്കളെ എൻ്റെ ആ കുഞ്ഞുങ്ങൾ വിശന്ന് അവിടെ നിൽക്കുക 2 മണി വരെ. ചോറ് കഴിക്കാൻ ആ കുഞ്ഞുങ്ങളെ സമ്മതിച്ചില്ല, അത്രയും പേർക്ക് ചോറ് വെച്ചിട്ടില്ല. മനുഷ്യത്വമല്ലേ. അവസാനം അവർ ഞങ്ങളുടെ ബസ്സിൽ തന്നെ കയറ്റി ആ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി. ആ രക്ഷകർത്താക്കൾ രാത്രി 9 മണി 9:30 മണി വരെ ഈ കുഞ്ഞുങ്ങൾ, ആ സെക്രട്ടറി ഉണ്ടല്ലോ, ആ പുള്ളിയെ വിളിച്ചു. ടീച്ചർമാരെ കുറിച്ച് എന്തൊക്കെ പറയാവോ അത് മുഴുവൻ പറഞ്ഞു. ആ ടീച്ചർ മോശം, ഈ ടീച്ചർ 100% വിജയമുള്ള സ്കൂളാണ് ഞങ്ങളുടെ. അപ്പോൾ ഇതൊക്കെ മാനേജ്മെൻറ്റിനെ അവരോടൊക്കെ എന്തിനാ സാറേ എന്തോ പറയണ്ടേ, നമ്മുടെ ഇത് കിട്ടുമല്ലോ ഫിറ്റ്നസിൻ്റെ കാര്യം. ഈ വരുന്ന രക്ഷകർത്താക്കളോട് എന്തിനാ, ഫിറ്റ്നസ് കിട്ടിയിട്ടില്ല, ചിലപ്പോൾ സ്കൂള് പോകും. അതെന്തിനാ അവരോട് പറഞ്ഞത്? ഫിറ്റ്നസ് കിട്ടി നമുക്ക്, അത് മാനേജറുടെ ജോലിയല്ലോ ഫിറ്റ്നസ് മേടിക്കാന്നുള്ളത്. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് അവരെ രാത്രി 9:30 വിളിച്ചിട്ട് പറഞ്ഞു TC എവിടാന്ന് വെച്ചാൽ പറഞ്ഞു ഞാനിപ്പോൾ TC വിടും, എനിക്കിത് തുടർന്നുകൊണ്ട് പോകാൻ പറ്റത്തില്ല. ഇതിനെയൊക്കെ പുറത്താക്കണോടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. കൊച്ചു പിള്ളേരാണ്. ആ പിള്ളേര് അവിടെ അഡ്മിഷൻ എടുത്തപ്പോൾ വെള്ള പറ്റൂല, തൊപ്പി പറ്റൂല. അത് അവരുടെ ഒരു പ്രയോഗമാണ്. ഇപ്പൊ സ്കൂളിൽ ക്ലാസ്സിൽ പഠിക്കണ യൂണിഫോം ഇടണം, അതിൽ വേറെ മാറ്റമൊന്നുമില്ല. അപ്പൊ കുറെ പേര് അങ്ങനത്തെ രീതിയിൽ സംസാരിക്കുന്നുണ്ട്. യൂണിഫോം ഇടാതെ വെള്ള മാത്രം ഇട്ടുകൊണ്ട് വരുന്നത് കൊണ്ടാണ് പ്രശ്നം. അങ്ങനെയൊന്നുമില്ല, അത് ചൊരുക്കുള്ള സാധനം. ഇതിന് 4 പ്രാവശ്യം സസ്പെൻഷൻ കിട്ടിയെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് എന്തിനായിരിക്കും. അപ്പൊ ഇത്തരം വൃത്തികെട്ട മെന്റാലിറ്റി ഉള്ള സാധനമാണ്. അല്ലാതെ വെള്ള വസ്ത്രം ഇട്ടത് കൊണ്ടാണ് എന്നുള്ള രീതിയിലല്ല. അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. വെള്ള വസ്ത്രം അതവർ പ്രയോഗിച്ച ഒരു പ്രയോഗമാണ്. വെള്ള വസ്ത്രവും തൊപ്പിയും, അതായത് മുസ്ലിം പിള്ളേർ ജാതി മതവും പറഞ്ഞ് അവർ പറയാതെ വെള്ള വസ്ത്രവും തൊപ്പി ഇവിടെ പറ്റില്ല എന്നുള്ളൊരു പ്രയോഗമാണ് അവരവിടെ പ്രയോഗിച്ചത്. അല്ലാണ്ട് വെള്ള വസ്ത്രവും തൊപ്പിയും വച്ചും കൊണ്ട് ഇവിടെ ക്ലാസ്സിൽ പഠിക്കാൻ പറ്റൂല എന്നുള്ള സാധനമല്ല അവർ പറഞ്ഞത്. അവർ ആ വെള്ള വസ്ത്രവും തൊപ്പിയും എന്ന പ്രയോഗം യൂസ് ചെയ്തത് മുസ്ലിംസ്, ആ ഒരു മതത്തിനെയാണ് അവർ മാറ്റി നിർത്തിയത്. ഇത്രയും കൊടൂര വിഷം. ഇനി വേറൊരു അധ്യാപിക പറയുന്നത് കേട്ടോക്കാം. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ പേരൊക്കെ കയറി അന്ന് ഷൗട്ട് ചെയ്തിട്ട് അണ്ണാക്കി പിരിവെട്ടിയത് പോലെ ഇരിക്കുന്നുണ്ടായിരുന്നു. നാട്ടുകാരെ ഇടപെട്ടപ്പോ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. എന്താ അണ്ണാക്കി പിരിവെട്ടി വാ തുറന്നില്ലേ അണ്ണം? അപ്പോഴും ഇന്ത്യൻ അമ്മമാരെടുത്തിട്ട് അടിച്ച് ഉരുട്ടിയിട്ടിട്ട് പോവായിരുന്നു. എന്തായാലും വേറൊരു അധ്യാപിക പറയുന്നത് കേട്ടോക്കാം. ഇവിടെ മുസ്ലിങ്ങളെ കയറ്റത്തില്ല, വെള്ള വസ്ത്രം ധരിക്കുന്ന കുഞ്ഞുങ്ങളെ ഞാൻ അനുവദിക്കത്തില്ല, വെള്ളിയാഴ്ച വരുന്നില്ല, ഇനി ഇവരെ ഞാൻ അഡ്മിഷൻ കൊടുക്കത്തില്ല എന്ന് ഇവർ അവിടെ നിന്ന് പരസ്യമായിട്ട് ഇവരെ ആക്ഷേപിച്ച് വിടുകയാണ് ചെയ്തത്. ഈ രക്ഷകർത്താക്കൾ എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ എല്ലാ ദിവസവും വരാം, എല്ലാ ദിവസവും ടീച്ചർ അഡ്മിഷൻ എടുക്ക്. ഈ ടീച്ചർ അതും കേട്ടില്ല. ജൂൺ 1 പ്രവേശനോത്സവത്തിൽ ചക്കവള്ളി ഭാഗത്തുനിന്ന് ഒരു 10-30 കുട്ടികളും രക്ഷകർത്താക്കളും TCയും പിന്നെ ആവശ്യമായ രേഖകളും കൊണ്ട് നമ്മുടെ സ്കൂളിൽ അഡ്മിഷൻ എടുക്കാൻ ഞങ്ങൾ പോയാണ് കൊണ്ടുവന്നത്. വണ്ടിക്കകത്ത് കൊണ്ടുപോയി കുറേ ആൾ കൊണ്ടുവന്ന് ഇവിടെ ആക്കി. അപ്പോൾ പ്രവേശനോത്സവം നടന്നു. അത് കഴിഞ്ഞിട്ട് അവർ അഡ്മിഷൻ്റെ സമയം അപ്പം ഞങ്ങൾ തന്നെ അവിടെ നിന്ന് എഴുതി അഡ്മിഷനാക്കി ഓരോരുത്തരെ ഞങ്ങൾ ആ ഓഫീസിൻ്റെ മുമ്പിൽ എത്തിച്ചപ്പോൾ ഇവിടെ കുറച്ച് അവർക്ക് ചില കുട്ടികൾക്ക് ഈ തെറസിലെ കുട്ടികൾക്ക് വെള്ളിയാഴ്ച വരാൻ സാധിക്കത്തില്ല. അപ്പം പറഞ്ഞ് ഇവർ ഓരോരുത്തരെ വിളിച്ചിട്ട് ചോദിച്ച് എല്ലാ ദിവസവും വരും. HM വിളിച്ച് ഓരോരുത്തരത്തും ചോദിച്ച് നിങ്ങൾ എല്ലാ ദിവസവും വരുന്ന കുട്ടികളാണോ എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു വെള്ളിയാഴ്ച എങ്ങാനും മുടങ്ങുമായിരിക്കും ടീച്ചറെ എന്ന് പറഞ്ഞു. ഇവിടെ മുസ്ലിങ്ങളെ കയറ്റത്തില്ല, വെള്ള വസ്ത്രം ധരിക്കുന്ന കുഞ്ഞുങ്ങളെ ഞാൻ അനുവദിക്കത്തില്ല, വെള്ളിയാഴ്ച വരുന്നില്ല, ഇനി ഇവരെ ഞാൻ അഡ്മിഷൻ കൊടുക്കത്തില്ല എന്ന് ഇവർ അവിടെ നിന്ന് പരസ്യമായിട്ട് ഇവരെ ആക്ഷേപിച്ച് വിടുകയാണ് ചെയ്തത്. ഈ രക്ഷകർത്താക്കൾ എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ എല്ലാ ദിവസവും വരാം, എല്ലാ ദിവസവും ടീച്ചർ അഡ്മിഷൻ എടുക്ക്. ഈ ടീച്ചർ അതും കേട്ടില്ല. ഞങ്ങൾ ഈ തെറസിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം കൊണ്ടുവന്ന് ഞങ്ങൾ അവർ ഒരു ദിവസം പോലും ഞങ്ങളെ വീട്ടിൽ ഇരുത്താതെ കുട്ടികളെ കൊണ്ടുവന്ന് നിരന്തരമായിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു. അപ്പം ഞങ്ങൾക്ക് കുട്ടികളെ ഈ PTA-കാരെല്ലാം കൂടിയാണ് ചക്കവള്ളി ഞങ്ങൾക്ക് കുട്ടികളെ കൊണ്ടുവന്നത്. സ്ക്വാഡ് വർക്ക് ചെയ്താണോ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നത്? ഞങ്ങൾ 2-3 അധ്യാപകരും അത് കഴിഞ്ഞിട്ട് PTA-കാരും കൂടെ എൻ്റെ ഒരു പോസ്റ്റിൻ്റെ കാര്യം കൊണ്ടാണ് ഈ കുട്ടികളെ കൊണ്ടുവന്നത്. ഈ ടീച്ചറിന് അല്ലാതെ ഞങ്ങൾക്ക് വ്യക്തിവൈരാഗ്യമൊന്നുമില്ല. രാത്രി മുതൽ ഞങ്ങൾ സംസാരിക്കുകയും എടുക്കുകയും ചെയ്ത് ഈ മുസ്ലിം കുഞ്ഞുങ്ങളെന്ന് കണ്ടപ്പോഴാണ് അവർക്ക് മാനസികമായിട്ട് ഒരു വിഭ്രാന്തി ഉണ്ടായി. അവിടെ അങ്ങ് ആ രക്ഷകർത്താക്കളെ മുഴുവൻ ആക്ഷേപിക്കുന്ന രീതിയിലാണ് പറഞ്ഞു വിട്ടത്.
പക്ഷെ അതുപോലെ തന്നെ ഈ കുട്ടികളെ എടുക്കാതിരിക്കാൻ ഇവിടെ അത്രയും സ്ട്രെങ്ത് ഉണ്ടോ? അത്രയ്ക്ക് കൂടുതൽ 5ാം ക്ലാസ്സിൽ 5 കുട്ടികളെ വന്നിട്ടുള്ളൂ ഈ ഏരിയയിൽ നിന്ന്. അത് വന്നിരിക്കുന്നത് ഇവിടെ പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ അനിയന്മാർ മാത്രമാണ് ഇവിടെ വന്ന് ചേർന്നിരിക്കുന്നത്. അത് ഞങ്ങളെ കണ്ടുകൊണ്ട് മാത്രമാണ് ഈ കുട്ടികളെ ഇവിടെ ചേർത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ ടീച്ചറിനെ ഇവിടെ പഠിപ്പിക്കുന്ന ഈ ടീച്ചറുള്ള കാലത്തോളം ഈ കുട്ടികൾ വരത്തില്ല എന്ന് രക്ഷാകർത്താക്കൾ ഞങ്ങളുടെ മുഖത്ത് നോക്കി. അപ്പോൾ എൻ്റെ ഒരു പോസ്റ്റിനെ സംബന്ധിച്ച് വിഷയങ്ങൾ ഉണ്ടാവുന്നത് കൊണ്ടാണ് ഞങ്ങളിവിടെ കൊണ്ടുവന്നത്. ഈ 5 കുട്ടികളാണ് 5ാം ക്ലാസ്സിലേക്ക് വന്നത്. ഇത് അൺഎക്കണോമിക് ആവുകയാണ് ഈ സ്കൂള്. അപ്പം ഈ സ്കൂൾ അൺഎക്കണോമിക് ആവാതിരിക്കാനാണ് ഞങ്ങൾ പരമാവധി കഠിനാധ്വാനം ചെയ്ത് 10-30 കൂടുതൽ കുട്ടികൾ, കുറച്ച് TC 19 TC വന്നു കഴിഞ്ഞു, ഞങ്ങളുടെ ഓൺലൈൻ വന്നു കഴിഞ്ഞു. ബാക്കിയുള്ളവർ അഡ്മിഷൻ എടുക്കാനായിട്ട് നിൽക്കുന്നു. അത് കഴിഞ്ഞ് TC വാങ്ങിക്കാൻ ഞങ്ങൾ എഴുതി കൊടുത്ത് TC വാങ്ങിക്കാൻ പോയേക്കുന്ന കുറേ ആൾക്കാർ. ഇന്നലെ ബുധനാഴ്ചയ്ക്ക് മുമ്പ് 10-30 കുട്ടികളെ അഡ്മിറ്റ് ചെയ്യാം. ഓൺലൈൻ വന്ന TC ഒക്കെ എന്താ അവർ തിരിച്ചു വിട്ട്. രക്ഷിതാക്കള് ഇവർ ഇത്രയും അപമാനിച്ചപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾക്ക് ടീച്ചർ എന്നിട്ട് തരാൻ പറഞ്ഞു. ഞങ്ങൾ അഡ്മിഷൻ വരുമോ ഇല്ലയോ എന്ന് PTA പ്രസിഡന്റ് കയറി പറഞ്ഞു, വൈസ് പ്രസിഡന്റ് കയറി പറഞ്ഞു, ടീച്ചർ ഒരു കാര്യം അഡ്മിഷൻ കൊടുക്ക്, വരുത്തില്ലെങ്കിൽ ടീച്ചർ ആബ്സെന്റ് ചെയ്യ്, വരാത്ത ദിവസങ്ങൾ ആബ്സെന്റ് ചെയ്യുക. അല്ല ഇത് ഈ തുടർച്ച 15 ദിവസം ആകുമ്പോഴാണ് റിമൂവ് ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് ഒരു ദിവസം വന്നില്ലെന്ന് പറഞ്ഞ് നമുക്ക് കുട്ടിയെ റിമൂവ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഈ ടീച്ചർ അഡ്മിഷൻ കൊടുക്കത്തില്ല എന്ന് വാശിയിൽ തന്നെ നിന്നു. എന്നിട്ട് ഞങ്ങൾ തന്നെ AOയും വിളിച്ചു, DOയും വിളിച്ച്, DO ഓഫീസിൽ നിന്ന് ഞങ്ങൾ ഇവിടെ വിളിച്ച് പറഞ്ഞു ടീച്ചറെ അഡ്മിഷൻ എടുക്കുക എന്ന് പറഞ്ഞിട്ട് പോലും ഈ ടീച്ചർ അഡ്മിഷൻ എടുത്തില്ല. എന്താണ് ടീച്ചറിന് ഇങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ? കാര്യം ഒന്നാമത് കുഞ്ഞുങ്ങളും കുറവല്ലേ. പക്ഷേ ടീച്ചറിന് വർഗീയത ഉണ്ടായത് കൊണ്ടാണ് ടീച്ചർ ഇത് ചെയ്യാഞ്ഞതാണ് ഞങ്ങളുടെ രീതി, ഞങ്ങൾ മനസ്സിലാക്കിയ രീതി അതാണ്. പറഞ്ഞിട്ടുണ്ട്. അത് സ്റ്റേജിൽ നിന്നപ്പോൾ അത് PTA വൈസ് പ്രസിഡന്റ് കേട്ടെന്ന്. സ്റ്റേജിൽ കയറിയപ്പോൾ വെള്ള ഉടുപ്പും തൊപ്പി ഇട്ടുകൊണ്ട് വന്നിരിക്കുന്നു. ഇപ്പം അഡ്മിഷൻ കിട്ടുമെന്നാ വിചാരിച്ചതെന്ന് PTA പ്രസിഡന്റ് ഇത് കേട്ട്. എന്നിട്ട് പോലും അവർ PTA പ്രസിഡന്റ് അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞ് അകത്ത് കയറിയ സമയത്തും ചോദിച്ച് ടീച്ചറെ അഡ്മിഷൻ എടുക്കുക, ഒരു ടീച്ചറിനെ പോസ്റ്റ് പോകുന്ന കാര്യമാണെന്ന് പറഞ്ഞിട്ട് പോലും ഈ ടീച്ചർ അഡ്മിഷൻ എടുത്തില്ല. ഈ 30 കുഞ്ഞുങ്ങളെയും ദാണ്ട് ഈ വീഡിയോയിലുണ്ട്. ഈ രക്ഷകർത്താക്കൾ ഈ സൈഡിൽ വന്ന് നിന്ന് വിഷമിച്ച് ഞങ്ങളോട് വിഷമിച്ചാണ് ഇറങ്ങിപ്പോ അവർ വണ്ടി കയറി. കുഞ്ഞുങ്ങളെല്ലാം പേടിച്ചു പോയി. 2 മണി സമയമാണ്. ഈ കുഞ്ഞുങ്ങൾക്ക് വിശക്കുന്നു. ഈ കുഞ്ഞുങ്ങൾ ഞങ്ങളെ നോക്കി കരയുക, വിശക്കുന്നു, ഞങ്ങൾക്ക് പേടിയാവുന്നു, ബാപ്പ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞിരിക്കുന്നു. ഇനി ഇവർ ഈ രക്ഷാകർത്താക്കളെ പറഞ്ഞ് ഈ സ്കൂളിൽ ഈ ടീച്ചർ ഇരിക്കും കാലത്തോളം ഞങ്ങൾ കുട്ടികളെ വിടത്തില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ 5ാം ക്ലാസ്സിൽ 5 കുട്ടികളെയും കൊണ്ട് എങ്ങനെ പഠിപ്പിക്കാൻ പറ്റും? അതുപോലെ ഈ HMനെതിരെ നേരത്തെ എന്തെങ്കിലും നടപടി വന്നിട്ടുണ്ടോ? അതെന്തായിരുന്നു അവരുടെ പേര്? 2021 കാലഘട്ടത്തിൽ 23 വരെ സസ്പെൻഷൻ നേരിട്ട ഒരു ടീച്ചറാണിത്. അത് കഞ്ഞി വിഷയവുമായിട്ട് സംബന്ധിച്ചാണ് പുറത്തു പോയിരുന്നത്. കുഞ്ഞുങ്ങൾക്ക് കഞ്ഞി കൊടുത്തില്ല അന്നത്തെ സമയത്ത്. ആ സമയത്ത് അതിൽ നിന്ന് സസ്പെൻഷൻ നേരിട്ട ഒരു അധികം അന്നേ പറയുമായിരുന്നു ഞാനിത് ഇറങ്ങുന്നതിന് മുമ്പ് ഇത് പൂട്ടിച്ചേ ഞാൻ കൊടുക്കത്തോളെന്ന്. അവർ ഇവിടെ വന്ന് എല്ലാ അധ്യാപകരുടെ പറഞ്ഞിട്ടുണ്ട്. മാനേജ്മെന്റ് ഈ 2021 കാലഘട്ടത്തിൽ അങ്ങനെ ഈ മാനേജ്മെന്റ് അത് സസ്പെൻഷൻ ആയ സമയത്ത് അവർ ഒരുപാട് പരിശ്രമിച്ചു. ഇവർ പൈസ വാരി എറിഞ്ഞ് DO ഓഫീസിലും ബാക്കി എല്ലായിടത്തും DDയിലും വലിയ വക്കീലിനെ കൊണ്ട് വാദിച്ച് അതിൽ നിന്ന് അവർ തിരിച്ചു കയറി. ഇവർക്ക് പൈസ നഷ്ടമല്ലാതെ അവർക്ക് നീതി കിട്ടിയില്ല. അതുകൊണ്ട് മാനേജ്മെന്റ് പറയുന്നത് ഇവർ ഇറങ്ങുന്ന സമയം വരെ ഞങ്ങൾക്ക് അവർ കൈവിട്ടു. കാരണം 21 മുതൽ 23 വരെ അവരെ ഇറക്കി നിർത്തിയിരുന്നു. പക്ഷെ ഇവർ തിരിച്ച് ശക്തിയോടെ തന്നെ കയറി വന്നു. അപ്പോൾ അവർക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവരുടെ പൈസ പോകുന്നതല്ലാതെ ടീച്ചറിന്റെ ജോലി പോകുന്ന ഒരവസ്ഥ, എൻ്റെ ഒരു ജോലി പോകുന്ന അവസ്ഥ. എൻ്റെ ജോലിയെ സംബന്ധമായിട്ടാണ് ആ ചക്കുവള്ളി ഭാഗത്തുള്ള ജനങ്ങളെല്ലാം കൂടെ ഞങ്ങൾക്ക് കുട്ടികളെ തന്നത്. എനിക്ക് വേണ്ടുന്ന ഒരു 10 കുട്ടികളുണ്ടായിരുന്നു. അത് പുറത്തുനിന്നുള്ള ദർസിലെ കുട്ടികളല്ല, ദർസിലെ കുട്ടികളെ അല്ല. അത് ഞാൻ ആ ടീച്ചറിൻ്റെ അടുത്ത് കാല് പിടിച്ച് പറഞ്ഞു ദർസിലെ കുട്ടികളല്ല ടീച്ചറിന് എങ്ങനെ അറിയാം? ഇതാണ് പറയുന്നത്, ടീച്ചറിന് എങ്ങനെ അറിയാം? നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ വന്ന് ആക്ഷേപിക്കുന്ന രീതി കുഞ്ഞുങ്ങളുടെ മുന്നിൽ വന്ന് സംസാരിക്കുക. കുഞ്ഞുങ്ങളുടെ മുമ്പിലോട്ടാണ് ഞങ്ങളെ ആക്ഷേപിക്കുന്നത്. കുട്ടികൾ കുറയുന്ന എന്താന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പഠിപ്പിക്കാത്തതുകൊണ്ടാണ് കുട്ടികൾ വരാത്തതെന്ന് ഞങ്ങളെ ആക്ഷേപിക്കുക. ഓരോ അധ്യാപകരെ ആക്ഷേപിക്കുന്നുണ്ട്. പിന്നെ അത് പറയണോ? അപ്പോൾ ആക്ഷേപിക്കുന്ന രീതിയിലാണ് അവിടെ സംസാരിക്കുക. ഈ വന്ന ജനങ്ങളുടെ അടുത്തും പറഞ്ഞ്. പക്ഷെ 100% വിജയം കിട്ടിയ സ്കൂളായത്. ഇപ്പം 100% ഒരു 3-4 വർഷം കൊണ്ട് ഞങ്ങൾക്ക് 100% നേടാൻ ഞങ്ങൾ കഴിഞ്ഞു. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ വിജയവും.
ഡി ഓഫീസിൽ അല്ല എ ഓഫീസിൽ നിന്നൊക്കെ എന്തോ ഡി ഓഫീസ് അന്വേഷണം നടത്തിയതല്ലേ? ഡി ഓഫീസ് അന്വേഷണം നടത്തിയപ്പോൾ ഈ ടീച്ചർ എന്നെ വിളിപ്പിച്ചു. അവരുടെ നടപടി എന്താണെന്ന് ചോദിച്ചാൽ ഒരു വാണിംഗ് എന്ന രീതിയിൽ ഇനി വന്നാൽ കുട്ടികൾ വന്നാൽ ജോയിൻ അഡ്മിഷൻ എടുക്കണമെന്ന് പറഞ്ഞാണ് ഡി ഓഫീസിൽ നിന്ന് വിട്ടത്. പക്ഷേ ഇനി വരത്തില്ല കുട്ടി രക്ഷകർത്താക്കൾ ഈ സ്കൂളിലോട്ട് ഇനി ഒരു മനുഷ്യർ ഒരു കുഞ്ഞു പോലും ഇവിടെ അഡ്മിഷൻ എടുക്കത്തില്ല. ഇപ്പം ഇന്ന് വന്ന ഇന്നും 6ാം ക്ലാസ്സിലേക്ക് 2 അഡ്മിഷൻ പോയി. TC മേടിച്ചുകൊണ്ട് അവർ പോയിരിക്കുക. 2 അഡ്മിഷൻ ഇന്ന് അവിടെ വന്ന് 2 അല്ല 3 അല്ലേ? ഇതറിഞ്ഞുകൊണ്ട് 3 അഡ്മിഷനാ. ഈ ജനങ്ങളെല്ലാം ചോദിക്കുന്നത് എന്ത് പറ്റി ഈ സ്കൂള് നശിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഇത്രയും കുഞ്ഞുങ്ങളെ ഇവിടെ കൊണ്ടുവന്നപ്പോൾ എന്ത് ത്യാഗം സഹിച്ചാന്ന് ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നതെന്നറിയാമോ? ഇത്രയും കുഞ്ഞുങ്ങൾ 30 കുട്ടികളെ കൊണ്ടുവന്നപ്പോൾ ഇത് മതത്തിന്റെ പേരിലാ, അല്ലാതെ വ്യക്തികളെ അല്ല, മതത്തിന്റെ പേരിലാണ് ഈ ടീച്ചർ ഈ കുഞ്ഞുങ്ങളെ ഏറ്റെടുക്കാഞ്ഞത്. ആ ടീച്ചറിന്റെ ബ്ലെസ്സി ജോർജ്. എന്റെ ജോലി അവതാളത്തിലായി. എനിക്ക് വേറെ മാർഗമൊന്നുമില്ല. കാരണം ഞങ്ങൾ 3 വർഷം കൊണ്ട് അപ്രൂവൽ ആയിട്ടില്ല. ഡി ഓഫീസിൽ നിന്നും ഞങ്ങൾ ഈ നീതിക്ക് വേണ്ടി ഡി ഓഫീസിൽ ചെന്നപ്പോഴും ഇത് 2-3 ദിവസമേ വരുത്തോളം എന്ന് രക്ഷകർത്താക്കൾ പറഞ്ഞെന്നും രക്ഷകർത്താക്കൾ അങ്ങോട്ട് ആവശ്യപ്പെട്ട് TC വാങ്ങിച്ചുകൊണ്ട് പോയെന്നും ആ ടീച്ചർ അവിടെ പറഞ്ഞേക്കുന്നത്. ഞങ്ങൾക്ക് നീതി നഷ്ടപ്പെട്ടു ഡി ഓഫീസിൽ നിന്നും. വർഗീയ വിഷം നിറഞ്ഞ കാട്ടവരാ എന്തോ അല്ലേ? നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. ഇവരിപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് ഇതേ സെയിം വേവ് ലെങ്തിൽ വർഗീയത നിറഞ്ഞ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. അല്ലാണ്ട് ആര് സപ്പോർട്ട് ചെയ്യും? ഒരു മനുഷ്യൻ സപ്പോർട്ട് ചെയ്യത്തില്ല. ഒരു മനുഷ്യന്മാർക്ക് ഒരു സപ്പോർട്ട് ചെയ്യാൻ കഴിയത്തില്ല. കാരണം അത്രയ്ക്ക് വർഗീയ വിഷമാണ് അവർ തുപ്പുന്നത്. മുസ്ലിം പിള്ളേരെ അവർക്ക് അടുപ്പിക്കാൻ പറ്റത്തില്ല. പിന്നെ നീ മറ്റേ അങ്ങന്ന് ഇറക്കുമതി മതി അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി പിള്ളേരെ. നമുക്ക് മുസ്ലിം പിള്ളേരെ പറ്റത്തില്ല. ഇത് പക്ക വർഗീയത. സസ്പെൻഷൻ 4 തവണയോളം കിട്ടി ഈ സാധനത്തിനെയൊക്കെ വീണ്ടും അടുപ്പിക്കുന്നുണ്ടല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തിനാ വീണ്ടും കയറ്റുന്നത്? ഇതിനൊക്കെ പിരിച്ചു വിടണം. ഒരിക്കലും അടുപ്പിക്കാൻ പാടില്ല. കാട്ടപരാധങ്ങളാണ്. ഇവളുടെ എക്സ്പ്ലനേഷൻ നിങ്ങൾ കണ്ടു കാണുമല്ലോ. ഞാൻ ഒന്നുകൂടി കൊടുക്കാം. ആ ഇരിക്കുന്ന ഇരിപ്പ് കാണണം. ഒരടിക്കില്ല. ആ കൂടെ എത്തുപ്പോരുണ്ട്. പക്ഷെ വായിക്കത്തുനിന്ന് വരുന്ന സാധനം, അല്ലെങ്കിൽ തലച്ചോറിൽ നിന്ന് ചിന്തിച്ചു വരുന്ന സാധനം, ഇത് മറ്റേ വിശക്കലയുടെ സിസ്റ്ററാണെന്ന് തോന്നുന്നു. ആ സെറ്റപ്പിലാണ് ഇരിപ്പ്. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതൊക്കെ കണ്ടിട്ട് ഇത്തരം ആൾക്കാരൊക്കെ ഡിസ്മിസ് ചെയ്യുക, ഇടപെടുക ഇത്തരം കേസുകളിൽ. കാരണം നമ്മുടെ സ്കൂളിലെ പിള്ളേരുടെ മനസ്സിലേക്ക് വീണ്ടും ഈ പറയുന്ന വർഗീയത അല്ലെങ്കിൽ ജാതി മതത്തിന്റെ വേർതിരിവുകൾ ഇഞ്ചക്ട് ചെയ്യുന്ന ഇത്തരം ആൾക്കാരെ നശിപ്പിച്ചു കളയുക. അവരെയൊന്നും വച്ചേക്കരുത്. എനിക്കതേ പറയാനുള്ളൂ. ഇവരെ പോലുള്ളവരാണ് ആൾക്കാരാണ് ഇവിടെ വർഗീയ സാധനങ്ങൾ തുപ്പുന്നത്. നിങ്ങൾ ആലോചിക്കേണ്ടത് ഒരു സ്കൂളിലെ അധ്യാപികയാണ്, ഒരു സ്കൂളിലെ HM ആണ് ഈ കാണിച്ചിട്ടുള്ളത്. അപ്പൊ ഇവരെയൊക്കെ വച്ചു പൊറപ്പിക്കണോ? ഇതുപോലത്തെ ആൾക്കാരല്ലേ ഡിസ്മിസ് ചെയ്യേണ്ടത്. ഓക്കെ, എന്നിട്ട് സസ്പെൻഷൻ മാത്രം കൊടുത്തു വിട്ടിട്ടൊന്നും കാര്യമില്ല. ഡിസ്മിസ് ചെയ്ത് വിടുക, അതാണ് ചെയ്യേണ്ടത്. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ദയവ് ചെയ്തിട്ട് ഇതിലൊരു തീരുമാനം എടുക്കുക. ഇവരെ പോലുള്ളവരെ ഇനി അവിടെ വെച്ച് പൊറപ്പിക്കരുത്. ട്രാൻസ്ഫർ ആക്കിയൊന്നും വിടല്ലേ. ഇവളൊക്കെ വേറെ എവിടെ പോയാലും ഇതൊക്കെ തന്നെ ഇതിന്റെ അപ്പുറം കാണിക്കും. ഓക്കെ, ഇവര് പറയുന്ന കുറച്ച് കാര്യങ്ങൾ കേൾക്കാം. ആര്? നമ്മുടെ അധ്യാപിക, പ്രമുഖ അധ്യാപിക, സെലിബ്രിറ്റി ആയില്ലേ, സന്തോഷമായില്ലേ? ശാസ്താംകോട്ട ഈപ്പൻ മെമ്മോറിയൽ സ്കൂളിലാണ്. കഴിഞ്ഞ ദിവസം അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ചില കുട്ടികൾക്ക് അഡ്മിഷൻ നിഷേധിച്ചതുമായി ബന്ധപ്പെട്ട് പരാതികൾ ഉയർന്ന സ്കൂളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ആ സംഭവം എന്താണെന്നുള്ളത് നമ്മൾ ഇവിടുത്തെ പ്രഥമ അധ്യാപിക അദ്ദേഹത്തിന്റെ അടുത്ത് തന്നെ ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം. എന്താ ടീച്ചറെ, എന്തായിരുന്നു സംഭവിച്ചത്? ടീച്ചർ ഏതെങ്കിലും കുട്ടികൾക്ക് അഡ്മിഷൻ നിഷേധിച്ചത്? ഒരു കുട്ടിക്ക് പോലും അഡ്മിഷൻ നിഷേധിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഇങ്ങനെ ഒരു പരാതി വന്നത്? അത് വ്യാജപരമായിട്ട് കെട്ടിച്ചമച്ച് മനഃപൂർവ്വം ഈ സ്ഥാപനത്തെയും എന്നെയും ആക്ഷേപിക്കാനായിട്ട് ചിലർ കെട്ടിച്ചമച്ചുണ്ടാക്കിയ കഥയാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലെന്നാ ടീച്ചർ പറഞ്ഞത്. അഡ്മിഷൻ ഞാൻ നിഷേധിച്ചിട്ടില്ല ഒരു കുട്ടിക്ക് പോലും. പിന്നെ എന്താണ് സംഭവിച്ചത്? ഇത് അഡ്മിഷൻ നിഷേധിച്ചായിട്ട് വരുത്തി തീർക്കുകയാണ് ചെയ്തത്. ഇവിടെ രാവിലെ ഒരു ചെറിയ സംഘർഷ സാധ്യത ഉണ്ടായിരുന്നു. എന്താണോ അതിന് കാരണം? എന്താണോ നമുക്ക് ഒഫീഷ്യലായിട്ട് നമ്മുടെ മേലധികാരികളോ അങ്ങനെ ഒഫീഷ്യലായിട്ട് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വരുമ്പോഴോ കൊടുക്കേണ്ട ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ഞാൻ സർക്കാർ ശമ്പളം വാങ്ങിക്കുന്ന ഒരു അധ്യാപികയാണ്. അപ്പോൾ അൺഒഫീഷ്യലായിട്ട് നമുക്ക് ആരെങ്കിലും വന്നാൽ നമുക്ക് പ്രതികരിക്കാനുള്ള സമയമില്ല. മാത്രമല്ല ഇന്നത്തെ ദിവസം സിസ്റ്റ് വർക്കിൻ്റെ അതുപോലെ ബന്ധപ്പെട്ട ജോലികളെ തിരക്കുകളെ എൻ്റെ ഓഫീസ് ജോലികളെ തടസ്സപ്പെടുത്താനായിട്ട് ഒത്തിരി പേര് ഇവിടെ വന്നെന്നെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നു. അല്ല, ഇവിടെ ഇപ്പം വന്ന് നമ്മൾ സംസാരിച്ച മിക്ക അധ്യാപകരും ടീച്ചറിനെതിരെയാണ് സംസാരിച്ചത്. അതെന്തുകൊണ്ടായിരിക്കും? അതൊരു പക്ഷേ അവർക്ക് വ്യാജ TC-കൾ വെച്ച് അഡ്മിഷൻ നടത്തി വ്യാജ തസ്തിക സൃഷ്ടിച്ച് അവരുടെ തസ്തിക നിലനിർത്താനുള്ള പലപ്പോഴും അതിന് ഞാൻ എതിർ നിന്നിട്ടുണ്ട്.
എന്നെ സംബന്ധിച്ച് ഞാൻ സർക്കാർ ശമ്പളം വാങ്ങിക്കുന്ന ഒരു അധ്യാപികയാണ്. ഗവൺമെന്റിന് സാമ്പത്തിക ബാധ്യത വരുത്തുന്ന യാതൊന്നും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. അപ്പോൾ വ്യാജ ടി സികൾ വെക്കുക, അനധികൃതമായിട്ട് ഹാജർ കൊടുത്ത് കുട്ടികളെ അഡ്മിറ്റ് ചെയ്ത് അങ്ങനെ അനധികൃതമായിട്ട് ഹാജർ കൊടുത്ത് കൊണ്ടുപോയി തസ്തിക നിലനിർത്തുന്ന ഒരു പ്രവണതയോടെ എനിക്ക് യോജിക്കാനാവില്ല. അത് നിയമവിരുദ്ധമാണ്. അതുകൊണ്ട് എന്നോട് വ്യക്തിവൈരാഗ്യമുള്ള അധ്യാപികമാരുമുണ്ട്, അധ്യാപകരുമുണ്ട്. ഇപ്പോഴേ നമ്മളിവിടെ വന്നപ്പം ഒരു അധ്യാപിക പറഞ്ഞത് ടീച്ചർ ആ ടീച്ചറിനെ കടിച്ചു എന്നാണ്. സത്യത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. എന്നെ ഒരു മുറിക്കകത്ത് പൂട്ടിയിടാൻ അധ്യാപിക ഉൾപ്പെടെ ചില പാർട്ടിക്കാരോട് ഒത്തുകൊണ്ടിച്ച് ശ്രമിച്ചിട്ടുണ്ട്. വെളിയിൽ നിന്ന് കുറെ പാർട്ടി പ്രവർത്തനം എന്നുള്ള പേരിൽ വന്ന് എന്നെ ഭീഷണിപ്പെടുത്തി എന്നെ മുറിക്കകത്ത് പൂട്ടിയിടാനും ശ്രമിച്ചിട്ടുണ്ട്. പലപ്പോഴും എന്നെ ഒരു സ്ത്രീ എന്ന പരിഗണന നൽകാതെ എന്നെ മാനസികമായിട്ട് ഹരാസ് ചെയ്യുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ പോയിട്ടുണ്ട്. ഞാൻ പുറത്തിറങ്ങാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ആരെയും ബോധപൂർവം ആരെയും കടിച്ചിട്ടില്ല. അല്ല, ഇപ്പൊ ഇവിടെ വന്നപ്പം പറഞ്ഞ ടീച്ചർ കുട്ടികൾക്ക് ഭക്ഷണം കറക്റ്റായിട്ട് കൊടുക്കാൻ സമ്മതിക്കില്ല, അത് കറക്റ്റായിട്ടുള്ള ഭക്ഷണ വിതരണം തന്നെ മുടക്കുന്ന ഒരു സമീപനമാണ് ടീച്ചറിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. ഇവിടെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തതിന് ശേഷം അധികം വരുന്ന ഭക്ഷണം അധികം വരാറുണ്ട്. 9ാം ക്ലാസ്സിലെയും 10ാം ക്ലാസ്സിലെയും ഉൾപ്പെടെ വിശന്നിരിക്കുന്ന കുട്ടികൾക്ക് ഞാൻ തന്നെ കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കാറുണ്ട്. എനിക്ക് ക്ലാസ് മുറിയിലോട്ട് അധികം വന്നാൽ ഞാൻ ആ കുട്ടികൾക്ക് കൊടുത്തതിന് ശേഷം മാത്രമേ ഞാൻ ആഹാരം കഴിക്കാറുള്ളൂ. ടീച്ചറെ, സത്യത്തില് അഡ്മിഷൻ നടക്കുന്ന സമയത്ത് എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും വിഷയം ഇവിടെ ഉണ്ടായിട്ടുണ്ടോ? കാരണം എന്ന് വെച്ചാൽ മന്ത്രിക്ക് പരാതി പോകുന്നുണ്ട്, ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിൽ പരാതി പോകുന്നുണ്ട്, മുഖ്യധാര മാധ്യമങ്ങളിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുന്നുണ്ട്. എന്തെങ്കിലും ഒന്നും നടക്കാതെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവുമോ? മനഃപൂർവ്വം എന്നെ ആക്ഷേപിക്കാനായിട്ടും പിന്നെ സ്കൂളിനെ ഒരു സ്കൂളിനെതിരെ ഞാൻ നിൽക്കുന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയും കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഒരു ആക്ഷേപമാണത്. 2026-27 അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് രക്ഷകർത്താക്കൾ കൊണ്ടുതന്ന ആധികാരികമായ രേഖകൾ വെച്ച് അഡ്മിഷൻ നടത്താൻ നിയമപരമായിട്ട് നടത്തേണ്ട അഡ്മിഷനുകളെല്ലാം തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ടീച്ചറെ, ഇപ്പൊ ഈ അഡ്മിഷൻ നിഷേധിക്കപ്പെട്ടു എന്ന് പറയുന്ന കുട്ടികൾ ഇപ്പൊ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ടീച്ചർ ഇവിടെ അഡ്മിഷൻ കൊടുത്ത് ഇവിടെ നിയമപരമായിട്ട് ഒരു അഡ്മിഷൻ പോലും ഇവിടെ നിയമവിരുദ്ധമായിട്ട് നടന്നിട്ടില്ല. ഒരു കുട്ടിയുടെ പോലും അഡ്മിഷൻ നിഷേധിച്ചിട്ടുമില്ല. നിയമപരമായിട്ട് അഡ്മിഷൻ നടക്കേണ്ട രീതിയിൽ അഡ്മിഷൻ എടുക്കാൻ വന്നിട്ടുള്ള എല്ലാ കുട്ടികളെയും 2019-20 മുതൽ ഇന്നേ വരെ ഞാൻ എച്ചമായിട്ടിരുന്ന സമയത്ത് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്, നടത്തുകയും ചെയ്യും. ടീച്ചറെ, ഇപ്പൊ നമ്മൾ ഈ പാചകം ചെയ്യുന്ന അവരുമായിട്ട് സംസാരിച്ചപ്പോൾ ടീച്ചർ കുട്ടികൾക്ക് വേണ്ടത്ര ഭക്ഷണം കൊടുക്കാൻ സമ്മതിക്കാറില്ല, വേണ്ടത്ര ഭക്ഷണം വിതരണം ചെയ്യാൻ സമ്മതിക്കത്തില്ല എന്ന് അവിടുന്ന് ഒരു പരാതി വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഇവിടെ 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കേ ഉള്ളൂ ഭക്ഷണമെങ്കിലും 10 വരെയുള്ള കുട്ടികൾക്ക് വിശന്നിരിക്കുന്ന കുട്ടികൾക്കും ഇവിടെ നിന്നാണ് ഭക്ഷണം കൊടുക്കാറുണ്ട്. അധികം വരാറുമുണ്ട്. അധികം വരുന്ന ഭക്ഷണം കുട്ടികൾക്ക് തന്നെ ഞാൻ തന്നെ ക്ലാസ് മുറികളിൽ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതിനെ ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, ഇപ്പോഴുള്ള ആ കുട്ടികൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവർക്ക് അഡ്മിഷൻ കൊടുക്കും, അതിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല, ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ലെന്ന് തന്നെയാണ് ടീച്ചർ പറയുന്നത്. നിയമപരമായിട്ട് ഞാൻ എച്ചമായിട്ടിരിക്കുന്ന സമയത്ത് നിയമപരമായിട്ട് സർക്കാർ നിർദ്ദേശപ്രകാരം എങ്ങനെയാണോ അഡ്മിഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യേണ്ടത് അതേ രീതിയിൽ തന്നെയാണ് ഇത്രയും നാളും നടത്തിയിട്ടുള്ളത്. ഇനിയും അതേ ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ വന്ന് ആരെങ്കിലും നിയമപരമായിട്ട് അല്ലാത്ത രീതിയിൽ നമ്മുടെ മുന്നിൽ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ എങ്ങനെയാണോ ക്രമീകരിക്കേണ്ടത് ആ രീതിയിൽ വന്നിട്ടുള്ള എല്ലാ അഡ്മിഷനുകളും സർക്കാർ നിയമം പാലിച്ചുകൊണ്ട് തന്നെ ഇവിടെ നടത്തിയിട്ടുണ്ട്. ഇനിയും അങ്ങനെ തന്നെ നടത്തും. ഓക്കെ, തീർച്ചയായിട്ടും ടീച്ചർ പറയുന്നത് അത്തരത്തിലൊരു സംഭവം ഇവിടെ ഉണ്ടായിട്ടില്ലെന്നും അത് കെട്ടിച്ചമച്ചത് മാത്രമാണെന്നും ഇനി ഏത് കുട്ടികൾ വന്നാലും നിയമപരമായിട്ട് അഡ്മിഷൻ നൽകാൻ ടീച്ചർ തയ്യാറാണെന്നും ചില വൈരാഗ്യത്തിന്റെ പേരിൽ ടീച്ചറെ കരിവാരി തേക്കാൻ ശ്രമിക്കുകയാണെന്നാണ് ടീച്ചർ. ഓക്കെ, വൈരാഗ്യത്തിന്റെ പേരിൽ ടീച്ചറിന്റെ കരിവാരിയല്ല, ഓയിൽ വാരി തേക്കണം. എല്ലാവർക്കും, അവിടെയുള്ള എല്ലാ അധ്യാപകർക്കും, എല്ലാ നാട്ടുകാർക്കും ഇവരോട് അസൂയ, എല്ലാവർക്കും വൈരാഗ്യം, എല്ലാവർക്കും ആർക്കും ഈ ടീച്ചറോടൊരു സ്നേഹമുള്ള എല്ലാവർക്കും വൈരാഗ്യത്തിന്റെ അങ്ങോട്ട് അറ്റമാണ്. നാട്ടുകാരും അവിടെ ഉള്ളവരും പിന്നെ ടീച്ചേഴ്സും ബാക്കിയുള്ള നമ്മുടെ സെർവൻസിന് അടക്കം അവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും ടീച്ചറോട് വൈരാഗ്യം. ഇത്രയ്ക്ക് നന്മ ചെയ്യുന്ന ടീച്ചറിനോട് എന്തിനാണ് എല്ലാവർക്കും വൈരാഗ്യം? മനസ്സിലാക്കാദ്യം തൊട്ടിത്തനമാണ് കാണിക്കുന്നത്. തൊട്ടിത്തനം, വെറും തൊട്ടിത്തനം. എന്നിട്ട് അയ്യോ എല്ലാവർക്കും വൈരാഗ്യം വന്ന് കിടന്നങ്ങ് മെഴുകുക. ഞാൻ മറ്റു പിള്ളേർക്ക് ആഹാരം ഇല്ലാതിരുന്നവർക്ക് കൊണ്ട് കൊടുത്തെന്ന്, അത് നിങ്ങളുടെ മതത്തിലുള്ളവർക്കായിരിക്കും, അല്ലാതെ നിങ്ങൾ കൊടുക്കുമെന്ന് എനിക്കൊന്നുമല്ല. ഒരു ആർത്ത കൈക്ക് ഉപയോഗിക്കാത്ത ടീമാണ് ഇതൊക്കെ. വർഗീയ വിഷം നിറഞ്ഞ വർഗീയത, അതാണ് ഇതിൻ്റെയൊക്കെ മെയിൻ. ഇതൊക്കെ എന്താണ് നന്നാവാത്തതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഞാൻ ആലോചിക്കാറുണ്ട്, ഇങ്ങനെ ആൾക്കാർ എന്തിനിങ്ങനെ ജീവിച്ചിരിക്കുന്നത്, ഇതിനെയൊക്കെ എൻകൗണ്ടർ ചെയ്ത് കളയണം. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതിൽ ഇടപെടണം. എപ്പോൾ ഇടപെടുന്നുണ്ടോ മുഖ്യമന്ത്രി? ഞാൻ നോക്കിയപ്പോൾ ബസ്സിലൊക്കെ കയറിക്കൊണ്ട് ടാറ്റയൊക്കെ പറഞ്ഞോണ്ട് പോകും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സാറേ ഒന്ന് ഇടപെട് ഈ കേസിലൊക്കെ, ഇതിനെയൊക്കെ ഒന്ന് വൈറ്റ് വാഷ് അല്ല
തുടച്ചു കള. ഇതൊന്നും ഇവിടെ പാടില്ല. ഇത്തരം ആൾക്കാരെ ഇവിടെ പാടില്ല, വിഷജന്തുക്കൾ. ഓക്കെ, എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താൻ പുതിയ വീഡിയോ ഇടണം.